ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് UPSCയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ അടുത്തിടെ പറഞ്ഞായിരുന്നു UPSC ചെയർമാൻ മനോജ് സോണി രാജിവെച്ചു. അപ്പോൾ രാജിവെക്കുമ്പോൾ പുതുതായിട്ട് ഒരാൾ വരണം. അപ്പോൾ പുതിയ ചെയർമാൻ UPSCയുടെ പുതിയ ചെയർമാൻ അപ്പോയിന്റ് ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. നിലവിലെ UPSC ചെയർമാനാണ് പ്രീതി സുധ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രത്യേകതകളുണ്ട്. പ്രീതി സുധയാണ് നിലവിലെ UPSC ചെയർമാൻ. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു ആര്? പ്രീതി സുധ. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ നിലവിലെ UPSC ചെയർമാനായ പ്രീതി സുധ. 2022 മുതൽ UPSC അംഗമാണ് പ്രീതി സുധ. അപ്പോൾ പ്രീതി സുധ UPSCയിലെ ഒരു അംഗമാണ്. നിലവിൽ ഇപ്പോൾ എന്തായി? ചെയർമാനായി മാറി. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കൂടിയായിരുന്നു പ്രീതി സുധ. UPSC അധ്യക്ഷയാകുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സുധ. അപ്പോൾ എന്താണ് പ്രത്യേകത? UPSC അധ്യക്ഷയാകുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സുധ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വനിത ആരാണ്? റോസ് മില്ലിയൻ മാത്യു. ആരാണ്? റോസ് ആണ്. നമ്മുടെ റോസ് ആണ് ആദ്യത്തെ UPSC ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിതയാണ് റോസ് മില്ലിയൻ മാത്യു. ഏത് വർഷം? 1996 അപ്പോൾ UPSC ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? റോസ് മില്ലിയൻ മാത്യു. 1996 എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 28 വർഷത്തോളം ആകുന്നു. രണ്ടാമത്തെ വനിത വന്നിരിക്കുന്നു പ്രീതി സുധ. മനോജ് സോണി നമ്മൾ പഠിച്ചതാണ്. മനോജ് സോണി രാജിവെച്ചതോടെയാണ് പുതിയ ചെയർമാൻ നിയമനം. UPSC അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പോൾ നമ്മുടെ മനോജ് സോണി നമ്മുടെ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. UPSC അംഗങ്ങളെ നിയമിക്കുന്നതും അവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓർത്തിരിക്കുക. മനോജ് സോണി രാജിവെച്ച സന്ദർഭത്തിൽ ഇത്തരം പോയിന്റുകൾ വരും എക്സാമുകളിൽ കാണും. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക. UPSC അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. UPSC അംഗങ്ങളുടെ എണ്ണത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഓർത്തിരിക്കുക. UPSC അംഗങ്ങളുടെ ഒരു ഫിക്സഡ് നമ്പർ ഇത്ര എണ്ണം വേണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല. അംഗസംഖ്യ എത്രയാണെന്ന് നമ്മുടെ പ്രസിഡന്റിന് തീരുമാനിക്കാം. അത് സാധാരണയായിട്ട് എപ്പോഴും ഒരു നോർമൽ കേസ് ഉണ്ടല്ലോ. സാധാരണയായിട്ട് അത് 9 മുതൽ 11 അംഗങ്ങൾ വരെയാണ് ആകാറ്. 9 മുതൽ 11 അംഗങ്ങൾ വരെയാണ് ആകാറ്. 1926 ഒക്ടോബർ 1 UPSC നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ UPSC നിലവിൽ വന്നത് എന്നാണ്? 1926 ഒക്ടോബർ 1. അങ്ങനെയെങ്കിൽ നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? SSC നിലവിൽ വന്നത് 1975. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. SSC നിലവിൽ വരുന്നത് 1975. UPSC നിലവിൽ വന്നത് 1926 ഒക്ടോബർ 1. UPSC രൂപീകൃതമാകാൻ കാരണമായ ഒരു കമ്മീഷൻ ഉണ്ട്. ആരാണ്? ലോർഡ് ലീ കമ്മീഷൻ. ലോർഡ് ലീ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് UPSC രൂപീകൃതമായത്. UPSCയുടെ ആദ്യത്തെ ചെയർമാനാണ് സർ റോസ് ബാർക്കർ. 2 റോസ് ഉണ്ട്, തിരിഞ്ഞു പോകരുത്. ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മില്ലിക്കൺ ആണ്. ആദ്യ ചെയർപേഴ്സൺ റോസ് മില്ലിയൻ മാത്യു. ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ. ആരാണ്? സർ റോസ് ബാർക്കർ. ഇന്ത്യക്കാരനായ ആദ്യത്തെ ചെയർമാനാണ് HK കൃപലാനി. അപ്പോൾ റോസ് ബാർക്കർ ആരല്ല? ഇന്ത്യക്കാരനല്ല. ഇന്ത്യക്കാരനായ ആദ്യത്തെ UPSC ചെയർമാനാണ് HK കൃപലാനി. UPSC അംഗമായ ആദ്യ മലയാളി ആരാണ്? KG അടിയോടി. ആരാണ്? KG അടിയോടിയാണ് UPSC അംഗമായ ആദ്യ മലയാളി. UPSC അംഗമായ
ആദ്യ മലയാളിയാണ് KG അടിയോടി. ഓർക്കുക, അംഗമാണ്, ചെയർമാനൊന്നുമല്ല. നാളിതുവരെ ഒരു മലയാളിയും UPSC ചെയർമാൻ ആയിട്ടില്ല. അംഗമായ ആദ്യ മലയാളിയാണ് KG അടിയോടി. ചെയർമാൻ ഉൾപ്പെടെ UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UPSCയുടെ കാലാവധി, UPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. ഇങ്ങനെയുള്ള 14 നമുക്കിടില്ല. ഇങ്ങനെയാണ് ഭാഗം 14. ഭാഗം 14ലാണ് UPSCയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ ഭാഗം 14ലാണ് UPSCയെ പറ്റി പ്രതിപാദിക്കുന്നത്. അടുത്തത് സംസ്ഥാന PSC. ഇതും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. UPSCയെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള PSC അല്ലെങ്കിൽ സംസ്ഥാന PSCയെ പറ്റി പറയണം. അപ്പോൾ നമുക്ക് ആദ്യം തിരുവിതാംകൂർ മുതൽ തന്നെ തുടങ്ങാം. തിരുവിതാംകൂർ PSC നിലവിൽ വന്നത് 1936 ജൂൺ 14-നായിരുന്നു. ആദ്യ കമ്മീഷണറാണ് GD നോക്സ്. ആരാണ്? GD നോക്സ് ആണ് തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണർ. 1936 ജൂൺ 14-നാണ് തിരുവിതാംകൂർ PSC നിലവിൽ വന്നത്. എന്ന് വരെ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ PSC? 36 മുതൽ 1949 വരെ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ PSC. 49ന്റെ പ്രത്യേകത എന്താണ്? 1949 ജൂലൈ 1-ന് എന്ത് വരെയാണ്? തിരുക്കൊച്ചി വരികയാണ്. ജൂലൈ 1-ന് തിരുക്കൊച്ചി വരികയാണ്. അപ്പൊ അതോടുകൂടി തിരുവിതാംകൂർ PSC അവിടെ അങ്ങ് നിൽക്കുന്നു. 1949 ജൂലൈ 1-ന് എന്ത് വരുന്നു? തിരുക്കൊച്ചി PSC നിലവിൽ വരുന്നു. എന്താണ്? തിരുക്കൊച്ചി PSC. അവിടെ ഉണ്ട് തിരുക്കൊച്ചി PSC. തിരുക്കൊച്ചി PSC നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചിക്ക് മുന്നേ വരെ തിരുവിതാംകൂറിന് തിരുവിതാംകൂർ PSC 36 ജൂലൈ 14-ന് വന്നു. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ എന്തായിരുന്നു? കൊച്ചി രാജ്യത്ത് പൊതുനിയമം നടത്താൻ രൂപം കൊണ്ട സംവിധാനമാണ് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ്. എന്താണ്? സ്റ്റാഫ് സെലക്ഷൻ ബോർഡ്. കൊച്ചിയിൽ ഉണ്ടായിരുന്നത് PSC അല്ല, ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡാണ്. അതേ വർഷം 1936 കൊച്ചി രാജ്യത്ത് പൊതുനിയമനം നടപ്പിലാക്കാൻ രൂപം കൊണ്ട സംവിധാനമാണ് എന്ത്? സ്റ്റാഫ് സെലക്ഷൻ ബോർഡ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് 1949 ജൂലൈ 1-ന് എന്ത് നിലവിൽ വരുന്നു? തിരുക്കൊച്ചി PSC നിലവിൽ വരുന്നു. അത് കഴിഞ്ഞ് 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു. അതോടൊപ്പം രൂപം കൊള്ളുന്നു കേരള PSC രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണ്. ജോലിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് PSC. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ വേലായുധൻ, വേലയ്ക്ക് പോയ വേലായുധനാണ് കേരള PSCയുടെ ആദ്യ ചെയർമാൻ. ആരാണ്? വേലയ്ക്ക് പോയ വേലായുധനാണ് കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? മരിയാർ പുത്തം. കേരള PSCയുടെ രണ്ടാമത്തെ ചെയർമാനാണ് ആര്? മരിയാർ പുത്തം. ആരാണ്? മരിയാർ പുത്തം. നിലവിലെ ചെയർമാൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരനായ MR ബൈജു ആണ് നിലവിലെ കേരള PSC ചെയർമാൻ. UPSC ചെയർമാനെ നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണെങ്കിൽ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും അവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഓർത്തിരിക്കുക, കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും അവർ രാജിക്കത്ത് കൊടുക്കുന്നതും ആർക്കാണ്? ഗവർണർക്കാണ്. പക്ഷേ അവരെ പിരിച്ചുവിടുക, ഇവർ ഈ സ്ഥാനത്ത് ഇരിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്നും പറഞ്ഞ് പിരിച്ചുവിടാൻ നമ്മുടെ ഗവർണർക്ക് പറ്റില്ല. അതിനാര് വേണം? രാഷ്ട്രപതി വേണം. പിരിച്ചുവിടുന്നത് PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടുന്നത് ആരാണ്? പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കാനും അവർക്ക് രാജിക്കത്ത് സമർപ്പിക്കുന്നതുമാണ് ഗവർണർ. പുറത്താക്കുന്നത് രാഷ്ട്രപതിയാണ്.
നിലവിലെ അംഗങ്ങളുടെ എണ്ണം 21 ചെയർമാനും സെക്രട്ടറിയും ഉൾപ്പെടെയാണ് എന്ത് 21 അംഗങ്ങൾ. അതായത് 19 അംഗങ്ങളും ഒരു ചെയർമാനും ഒരു സെക്രട്ടറിയും എന്ന നിലയിലാണ് ഇപ്പോൾ കേരള PSC അംഗങ്ങളുടെ എണ്ണം 21. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. UPSC പറഞ്ഞപ്പോൾ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇവിടെ എങ്ങനെയാണ് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. തിരിഞ്ഞു പോകരുത്. നമ്മളെ കേരള ഹൈക്കോടതിന്റെ കാലാവധി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി വരുന്നതും 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് എന്നാണ്. അതുപോലെ തന്നെയാണ് PSCയും. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രായപരിധി ഒരു ഭേദഗതി വരികയാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രായപരിധി ആദ്യം 60 വയസ്സായിരുന്നു. ആ 60-ൽ നിന്നും 62 ആക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 1976-ലെ 42-ാം ഭേദഗതി. ഭേദഗതി പഠിക്കുമ്പോൾ വർഷവും ഭേദഗതിയും കൂടെ ചേർത്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് വർഷവും കിട്ടും, എത്രാമത് ഭേദഗതിയാണെന്നും കിട്ടും. അപ്പോൾ ഏതാണ് 1976-ലെ 42-ാം ഭേദഗതി. ഒത്തിരി പ്രത്യേകതകളുള്ള ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ്. ആ 42-ാം ഭേദഗതിയിലാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രായപരിധി 60-ൽ നിന്നും 62 ആക്കി മാറ്റിയത്. സംസ്ഥാന PSCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗവും 14 തന്നെയാണ്. നമ്മൾ UPSCയും സംസ്ഥാന PSCയും എല്ലാം വരുന്നത് ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ തന്നെയാണ്. സംസ്ഥാന PSCയും UPSCയും കൂടാതെ ഒന്നും കൂടിയുണ്ട്. 2 സംസ്ഥാനങ്ങൾ കൂടി പൊതുവായിട്ടുള്ളൊരു PSC കൂടിയുണ്ട്. അതെങ്ങനെയാണ്? 2 സംസ്ഥാനങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു PSC ഇല്ല, തമിഴ്നാടും കൂടി ചേർന്നിട്ടാണെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും കൂടി ഒരു PSC. അങ്ങനെയെങ്കിൽ ആ PSC മെമ്പറിനെ അല്ലെങ്കിൽ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാനങ്ങൾ വരുമ്പോൾ ഗവർണറാണ്. പക്ഷെ അവിടെ അങ്ങനെ പറ്റുമോ? 2 ഗവർണർക്കും കൂടെ ചേർന്നിട്ട് ഒരാളെ നിയമിക്കാൻ പറ്റില്ല. അവരെ നിയമിക്കുന്നതും അവർ രാജിക്കത്തൊക്കെ സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത്. UPSC ചെയർമാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഓർത്തിരിക്കുക, UPSC ചെയർമാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ സംസ്ഥാന PSC വരുമ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. അങ്ങനെയെങ്കിൽ ഈ സംയോജിത PSC 2 സംസ്ഥാനങ്ങൾക്കും കൂടി ചേർന്ന PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്കാണ്. മനസ്സിലായല്ലോ? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനല്ല, അതാത് സംസ്ഥാനത്തെ ഗവർണർക്കാണ്. ഇപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ഒരു PSC ആണുള്ളതെങ്കിൽ കേരളത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കേരള ഗവർണർക്കും തമിഴ്നാടിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തമിഴ്നാട് ഗവർണർക്കും സമർപ്പിക്കുന്നു. പക്ഷേ നിയമിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. ഒരടി ഉണ്ടാവരുതല്ലോ, ഒരടി ഒഴിവാക്കാനായിട്ട് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. ഇത്രയുമാണ് PSCയെ പറ്റിയും UPSCയെ പറ്റിയുമുള്ള പ്രധാന വസ്തുതകൾ. എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്